അപ്പൊ ഞങ്ങളെ ചോറിനാൻ പോകാം. അപ്പൊ ഞങ്ങൾ ചോറുണ്ണാൻ പോവാം. അബ്ദുള്ളയുടെ ഫിഷ് മീൻ പരിഞ്ഞില് വറുക്കാനുണ്ട്. ചോറ് വെക്കട്ടാ. ചോറ് വെച്ചിട്ട് പാത്രമെല്ലാം കഴുകി വെച്ചേക്കണേ. അബ്ദുള്ള, ഞാൻ പറഞ്ഞേ ഞാൻ ഭയങ്കര ബിസിയാ. ഇക്കാനോട് പറ കുളിപ്പിക്കാൻ. ആരാ അബ്ദുള്ളന്ന് കുളിപ്പിക്കാൻ കൊണ്ടുവന്നേ? അങ്ങനെ ഞങ്ങളുടെ സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. സൂപ്പർ വെയിൽ. ആഹാ, മീൻ അവരെ വൃത്തിയാക്കി തരാന്ന് പറഞ്ഞോ. ഹായ് ഹലോ, എല്ലാ കൂട്ടുകാർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് കരുതുന്നു. ഞങ്ങൾക്ക് ഇവിടെ സുഖമാണ് കേട്ടോ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് മോർണിംഗ് റൊട്ടീനാണ്. അപ്പോൾ രാവിലെ 5 മണിയായിട്ടുണ്ട്. രാവിലെ സുബൈക്ക് എഴുന്നേറ്റാണ് കേട്ടോ. 5:20 കാലാവും. അപ്പോൾ 5 മണിക്ക് എഴുന്നേറ്റാണ്. സ്കൂളില്ലാത്ത ദിവസം കുറച്ച് ലേറ്റായിട്ട് എഴുന്നേക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഉറങ്ങാൻ ലേറ്റാവും. അപ്പം ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു ഇതെന്താ വീഡിയോ ഇടാത്തത്. സത്യം പറഞ്ഞുണ്ടല്ലോ, വീഡിയോ ഇടാത്തതിൻ്റെ കാരണം രാവിലെ യുദ്ധമാണ്. കാരണം അബ്ദുള്ളയാണെങ്കിൽ ഒരു തരത്തിൽ രാവിലെ സ്കൂളിൽ പോകത്തില്ല. അപ്പോൾ അബ്ദുള്ളയെ റെഡിയാക്കി വിടുന്നതിന് 1 മണിക്കൂർ എടുക്കും. ഇന്നാണെങ്കിൽ പിന്നെ അമാനുവിന് സുഖമില്ല, കുറച്ച് നല്ല ജലദോഷമുണ്ട്. അപ്പോൾ അമാനു സ്കൂളിൽ പോകാത്തതുകൊണ്ട് ഒട്ടും പോകത്തില്ലെന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഇന്ന് ഒരു യുദ്ധമായിരുന്നു കേട്ടോ. ഇന്നലെ രാത്രിയിലേ യുദ്ധമായിരുന്നു. അപ്പം അതുകൊണ്ടാണ് മെയിനായിട്ട് രാവിലെ സ്കൂളിൽ വിടുന്ന ഒരു വലിയ യുദ്ധമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ രാവിലെ ഇപ്പം വീഡിയോ എടുക്കാൻ ഒന്നാമതേ സമയമില്ല. ഇവരെ 2 പേര് സ്കൂളിൽ ഇടണം, അത് കഴിഞ്ഞ് ഡ്യൂട്ടിക്ക് പോകണം, അത് കഴിഞ്ഞ് വീണ്ടും വന്നിട്ട് പിന്നെ എഡിറ്റിങ്ങും കാര്യങ്ങളും കുക്കിങ്ങും ഒക്കെ ആകുമ്പോൾ കുറച്ച് ഈ ഷോർട്ടൊക്കെ എഡിറ്റ് ചെയ്ത് അപ്പം ഇടും. അതാകുമ്പോൾ ഈസിയാണല്ലോ. അപ്പോൾ ഒരുപാട് പേര് വെച്ചിട്ട് എന്താ വ്ളോഗ് ഇടാത്തതിനാണ് മെയിനായിട്ട് എനിക്ക് സമയമില്ല. അതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ അബ്ദുള്ളയും കൂടെ സ്കൂളിൽ പോകുന്നുണ്ട്, നല്ല ബിസിയാണ്. അപ്പോൾ ഇന്ന് എന്തായാലും മോർണിംഗ് റൊട്ടീൻ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ പല്ല് തേക്കാൻ വേണ്ടി ബാത്റൂമിൽ നിൽക്കുവാണ് കേട്ടോ. എന്നിട്ട് വേണം ഇനി അബ്ദുള്ളയ്ക്ക് സ്നാക്ക് റെഡിയാക്കണം. ഇന്ന് സ്നാക്ക് ഓൾറെഡി പറഞ്ഞ് ഇന്ന് ബനാന മതിയെന്ന്. ഇടയ്ക്കൊരു ഇതാണ്, ഇന്ന് ബനാന മതി, ഇന്ന് മുന്തിരി മതി എന്ന് പറയുമ്പോൾ ഇന്ന് ബനാന മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇച്ചിരി നേരം കൂടെ കിടക്കാം. നമ്മളൊന്നും സ്കൂളില്ലല്ലോ. അങ്ങനെ വേണ്ടേ പല്ല് തേക്കാൻ പോകുമ്പോൾ ഞാൻ എപ്പോഴും ഉപ്പാൻ്റെ കേട്ടു. അപ്പോൾ നമുക്ക് പല്ല് തേക്കാം. ഉപ്പാൻ്റെ പൽപ്പൊടി കേട്ടോ. ഉപ്പ നാട്ടിൽ ചെന്നപ്പം പൽപ്പൊടി ഇട്ടായിരുന്നു പല്ലിയേക്കണം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഉമ്മക്കാരി മാറ്റിയിട്ട് പൽപ്പൊടിയിലോട്ട് പോയി. അങ്ങനെ പല്ല് തേച്ച് കഴിഞ്ഞ് ഒല്ല് കൊടുത്ത് നമുക്കിനി സുബഹിസ്കരിക്കാം. എന്നിട്ട് വേണം എനിക്ക് കിച്ചണിൽ കയറണം. അബ്ദുള്ളയെ കുറച്ചുകൂടെ ഉറങ്ങട്ടല്ലേ, പാവമുണ്ട്. അപ്പോൾ നിസ്കാരം എല്ലാം കഴിഞ്ഞ് നമുക്കിനി കിച്ചണിൽ പോയിട്ട് അബ്ദുള്ളാൻ്റെ ബ്രേക്ക്ഫാസ്റ്റും അവൻ്റെ മോൻ്റെ ടിഫിൻ എല്ലാം റെഡിയാക്കാവേ. എന്നിട്ട് വന്നിട്ട് അബ്ദുള്ളാനെ വിളിച്ചുണർത്തി യുദ്ധം കാണാം. അബ്ദുള്ളാൻ്റെ ബ്രെഡ് നമ്മളങ്ങനെ ടോസ്റ്റ് ചെയ്യുവാണേ. ബ്രെഡും മുട്ടയും എല്ലാ ദിവസവും കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ബ്രെഡും മുട്ടയും. ഇനി നമുക്ക് മുട്ട സ്ക്രംബിൾ ചെയ്യാം. അബ്ദുള്ളൻ്റെ മുട്ടയും ബ്രെഡും റെഡി. ഇനി നമുക്ക് പാൽ റെഡിയാക്കാം. നമുക്കിനി അബ്ദുള്ളയുടെ സ്നാക്ക് ബോക്സ് റെഡിയാക്കാം കേട്ടോ. ഇന്നലെ ഓൾറെഡി പറഞ്ഞായിരുന്നു ഇന്ന് പിന്നെ ബനാന മാത്രം മതിയെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്ന് ബനാന വെച്ചിട്ടുണ്ട്. ബനാനയുടെ കൂടെ കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടെ വെച്ചിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് അതിന് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ രണ്ടും കൂടെ വെച്ചിട്ടുണ്ട്. കാരണം 12 മണിയാകുമ്പോൾ ഇങ്ങ് വരുമല്ലോ. ഇങ്ങനെ അണ്ടിപ്പരിപ്പ് വെച്ചു, ഇങ്ങനെ ഒരു പഴം വെച്ചു. ഇപ്പം അണ്ടിപ്പരിപ്പ് വെച്ചാൽ എല്ലാം കൂടെ വെക്കുന്ന ഇഷ്ടമല്ല കേട്ടോ. നമ്മുടെ ടിഫിൻ ബോക്സ് റെഡി, പാലും റെഡി. ഇനി നമുക്ക് ചുന്ദര കുട്ടപ്പനെ വിളിക്കാൻ പോവാവേ. ഉറങ്ങുക കേട്ടോ. ഇന്നലെ രാത്രി ഉറങ്ങിക്കിടന്നപ്പോ ഭയങ്കര ചൂടാണെന്നും പറഞ്ഞ് ഇട്ടിരുന്ന ഭയങ്കര ചൂടാട്ടോ, ഭയങ്കര വിയർപ്പാ. അപ്പൊ ഉടുപ്പെല്ലാം ഊരി ഞാൻ കളഞ്ഞ്. ഇനി അബ്ദുള്ളയെ വിളിക്കാം. അബ്ദുള്ള സ്കൂളിൽ പോണ്ടേ? എഴുന്നേക്ക് തങ്കം, എഴുന്നേക്കടി. ഡീ ഇങ്ങോട്ട് എഴുന്നേക്ക്. ഓക്കെ എങ്കി പക്ഷേ എഴുന്നേക്കുന്നില്ലല്ലോ. എഴുന്നേക്ക് അബ്ദുള്ള, മോന് സ്കൂളിൽ പോണ്ടേ? എഴുന്നേക്ക്. അല്ല എഴുന്നേക്ക്. ഓ എഴുന്നേക്ക്, വാ. ഇതാ ഇന്നലെയും താമസിച്ചാണ് പോയത്. വാ എഴുന്നേക്ക്,
വാ വാ, ഉമ്മ സ്കൂളിൽ പോണ്ടേ, വാ. ഉമ്മയുടെ തങ്കം എഴുന്നേക്ക്, വാ ഉമ്മ എടുക്കാം, വാ. സ്കൂളിൽ പോണ്ടേ? എന്ത് ടീച്ചർ വഴക്കുറേ എല്ലാ ദിവസവും മുടങ്ങിയാല്? എത്ര ദിവസം? വാ എഴുന്നേക്ക്. അല്ല ഭായി എഴുന്നേക്ക്, സ്കൂളിൽ പോണോന്ന്. ഷെഫിയെ, അബ്ദുള്ള എഴുന്നേക്ക്, വാ. കരയുന്ന പിള്ളേരെ കണ്ട അവിടെ പല്ലി വെപ്പിക്കട്ടെ. വാ വാ വാ, പിച്ചു. വാ വാ, കരയുന്ന പിള്ളേരെ കണ്ടാവും. ആദ്യം തലയിൽ എണ്ണ തേച്ചിട്ട് കുളിക്കാം. പല്ലി വെക്കട്ടെ. വാ വാ വാ. സ്കൂളിൽ പോണ്ടേ? നമ്മ സ്കൂളിൽ പോണ്ടായ എന്നും യുദ്ധമാണ് സ്കൂളിൽ പോകാൻ. നമ്മുടെ വഴക്കാളിതാ കുളി കഴിഞ്ഞ് എത്തിയിരിക്കുവാണ്. കിടുങ്ങുന്നോടി നിനക്ക്. ആണാ ഞമ്മക്ക് ഒരുങ്ങാ. ക്രീം എന്തേ മോന്റെ? ക്രീം എന്തിയേ? ക്രീം എന്തിയേ? ഇതിന്റെ വീട്ടിൽ ചുമയോ? ഓക്കെ ഓക്കെ. ഗുഡ് ബോയ് ആണ് ടീച്ചർ പറയണ. ഗുഡ് ബോയ് ആണ് കേട്ടാ. കരയണ്ട കരയണ്ട. നമ്മള് ഗുഡ് ബോയ് ആയിട്ട് സ്കൂളിൽ പോവാ. അപ്പൊ ഞാൻ ഉടുപ്പിട്ട് കൊടുക്കട്ടെ. അങ്ങനെ നമ്മുടെ വഴക്കാളി അബ്ദുള്ള ഇവിടെ ഇരിക്കുന്നു. അബ്ദുള്ള വഴക്കാളിയാണോ? അബ്ദുള്ള വഴക്കാളിയാണോ? അല്ലയാ? ആ അങ്ങനെ നമ്മള് അബ്ദുള്ളക്ക് ബ്രെഡും മുട്ടയും കൊടുക്കുക അല്ലേ? ഗുഡ് ബോയ് ആണോ ഇത്? ഇന്നെല്ലാം പഠിച്ചിട്ട് വരണം കേട്ടാ. ഇന്ന് കൊണ്ടുവിടാൻ ഉമ്മി വരണ. ഉമ്മി വരണ കൂടെ സ്കൂളില്. ആ കൊണ്ടുവിടാൻ ഉമ്മ വന്നു. തിരിച്ചു വരുമ്പോ ഉമ്മ വരണ്ട. ഫുഡൊന്നും കൊടുക്കട്ടെ. അബ്ദുള്ള ഇയാള് പറഞ്ഞു ഞങ്ങൾക്ക് ബൂസ്റ്റ് വേണോന്ന് പറഞ്ഞില്ലേ? ഇയാളെ ബൂസ്റ്റ് കുടിക്ക്. കുട്ടിക്ക് ബൂസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? ഇച്ചിരി കൂടെ കുടിച്ചോ? മതിയാ? ഇനി ഞാനും കൂടെ റെഡി ആവട്ടെ. അവനെ കൊണ്ടുപോയി ഞാനും കൂടെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ റെഡി ആവട്ടെ. അങ്ങനെ ഞങ്ങളിതേ അബ്ദുള്ളനെ കൊണ്ടുവിടാൻ വേണ്ടി പോവല്ലേ? അബ്ദുള്ള ഇത് ഗുഡ് ബോയ് ആണോ? രാവിലെ പറയണ്ട. അങ്ങനെ നമ്മുടെ അബ്ദുള്ള ബിൻ ഷഫീഖിന്റെ സ്കൂൾ ഇതാ എത്തിയിരിക്കണം. എന്നും സ്കൂളിൽ ലേറ്റാ അല്ലേ പുതിയേ? എന്നും സ്കൂളിൽ ലേറ്റായിട്ടാ പോന്നെ. എന്നും എന്തിനാ അബ്ദുള്ള കരയുന്നേ? ചിരിക്കുന്ന ഇന്ന് പറഞ്ഞില്ലല്ലോ എല്ലാരും സപ്പോർട്ട് ചെയ്യണേന്ന്. ഞങ്ങള് മറന്നുപോയി കേട്ടോ. എല്ലാരും സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഒരു പ്ലെയിൻ കിസ് കൊടുത്തേ. സ്കൂളിൽ പോവാന്നാറാ. സ്കൂൾ ബസ്സൊക്കെ പിള്ളേരെ ഇറക്കിയിട്ട് വരുന്നു. അബ്ദുള്ള വാ 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 വാ. അബ്ദുള്ള അങ്ങനെ സ്കൂളിലോട്ട് പോവാണ്. നല്ല വെയില് രാവിലെ കേട്ടോ. ആത്തോട്ട് നമുക്ക് അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റത്തില്ല കേട്ടോ. നല്ല ഇവിടെ അല്ല കണ്ട് ഡോറിൻ്റെ അടുത്ത് നിർത്തിയേക്കും. അവിടെ ആളുണ്ട്. അവരങ്ങ് അത്തോട്ട് കൊണ്ടുപോകും. ഇനി 12 മണിക്ക് കൊണ്ടുപോകണം വരണം തിരിച്ചെടുക്കാൻ. ചിലപ്പോൾ ഞാൻ വരും, ചില ദിവസം ഞാൻ വരത്തില്ല കേട്ടോ. ഡ്യൂട്ടി ആണെങ്കിൽ ഞാൻ വരത്തില്ല, ഷെഫിങ് എടുക്കാൻ പോകും. അങ്ങനെ ഇന്നിപ്പോൾ അബ്ദുള്ളയെ കൊണ്ടുവിടാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞ് നമുക്ക് കുറച്ച് മീനൂടെ വാങ്ങാന്ന്. മീനാണെങ്കിൽ ഇവിടെ ഫിഷ് മാർക്കറ്റ് അടുത്താണ് റഫേൽ കേട്ടോ. അപ്പോൾ കുറച്ച് മീനൂടെ അടിക്കും. കാരണം ഇന്ന് അമ്മാനും സ്കൂളിൽ പോയിട്ടില്ലല്ലോ. അമ്മാനുവിന് സ്കൂളിൽ പോകാത്ത ദിവസം അമ്മാനുവിനുണ്ടല്ലേ നല്ല ചോറും കറിയൊക്കെ നേരത്തെ കഴിക്കണം. അപ്പോൾ അമ്മാനുവിന് ഇച്ചിരി മീനൊക്കെ വാങ്ങിക്കാം അല്ലേ ഷെവിയേ? സുഖമില്ല, ജലദോഷം. മാർക്കറ്റിലോട്ട് പോവാം. അങ്ങനെ മാർക്കറ്റ് എത്തി. ചിരി വെക്ക്. ഞാൻ പോയി ഫിഷ് വാങ്ങിയിട്ട് വരട്ടെ കേട്ടോ.
സൂപ്പർ വെയിൽ. ആഹാ, കേൾക്കോ. ഇനി ഏതെടുക്കണമെന്നുള്ള കൺഫ്യൂഷനാണ് കേട്ടോ. 1 കിലോ മത്തി എടുത്ത് അങ്ങനെ കേട്ടോ. ഇതാണ് ഇവിടുത്തെ മാർക്കറ്റ്. മീൻ അവരെ വൃത്തിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടോ. ഞങ്ങളങ്ങനെ വെയിറ്റ് ചെയ്യുവാണ്. അല്ലേ ശരി. മത്തി വന്ന് നമ്മളെ വീട്ടിൽ ഓറഞ്ച് കയറുന്നു. കുറച്ച് ഓറഞ്ച് കൂടെ വാങ്ങിച്ചുകൊണ്ട് പോവാം. അത് അടുത്ത സെക്ഷനാണ് കേട്ടോ. ഇതാണ് ഫ്രൂട്ട്സ് കട. ഓക്കെ, ഇതെടുത്തോ. അനാറ് വാങ്ങി. ചേട്ടാ അവിടുന്ന് മേടിച്ചാലും ഇവിടുന്ന് മേടിച്ചാലും ഒരുപോലെ. ചേട്ടാ നമ്മൾ കുറച്ച് സാമ്പാർ കിറ്റ് കൂടെ വാങ്ങിക്കാൻ വന്നേ കേട്ടോ. വെച്ചോ. അങ്ങനെ മീനും കുറച്ച് പച്ചക്കറിയും ഫ്രൂട്ട്സും ഒക്കെ വാങ്ങിച്ചോണ്ട് വന്നു കേട്ടോ. അമ്മാനുന്നേ നല്ല സൂപ്പർ ഉറക്കം. ഞാനങ്ങനെ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ച് കേട്ടോ. ഇനിയിപ്പം സ്മൂത്തി കുടിച്ചിട്ട് പോകണമെന്നും പറയുന്നത്. പക്ഷേ 9 മണിയായി, എനിക്ക് ഡ്യൂട്ടിക്ക് വരേണ്ട ടൈമായി. ഞാൻ കരുതി ചോറിന് വെള്ളം വെച്ചിട്ട് അരി അടുപ്പിലിട്ടിട്ട് പോവാന്ന്. കാരണം ഇത് കുക്കറിലല്ല, റൈസ് കുക്കറിലല്ല വെക്കുന്ന, ചരുവത്തിലാണ്. മീൻസ് ചോറ് വെക്കുന്ന കലത്തിലാണ്. അപ്പം എടുക്കാൻ സമയം എടുക്കും. അപ്പം ആ നേരം കൊണ്ട് ഞാൻ അരി വേവട്ടെ. അപ്പം ആ നേരം കൊണ്ട് പോയിട്ട് വരാം. ചോറിന് വെള്ളം വെച്ചു. ഇനി ഞാൻ അരി എടുക്കട്ടെ. ഇന്ന് കൊണ്ടുവന്ന അരിയാട്ടോ. ഇനി ഇത്രയും കൂടി ബാലൻസ് ഉണ്ട്. ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി വെള്ളം തിളയ്ക്കുമ്പോഴത്തേന് ഞാൻ യൂണിഫോം ഇട്ടിട്ട് റെഡി ആവട്ടെ. എന്നിട്ട് അരി അടുപ്പത്തിട്ടിട്ട് വേണം പോവാൻ. അപ്പം ഞാൻ ചേഞ്ച് ചെയ്യട്ടെ. കാരണം ഇന്ന് പതിവില്ലാണ്ട് മാർക്കറ്റിൽ പോയി എനിക്ക് ഡ്യൂട്ടിക്ക് ഇറങ്ങേണ്ട സമയം ഒരുപാട് ലേറ്റ്. അപ്പോഴേ 9:30 ഞാൻ വേഗം യൂണിഫോം ഇടട്ടെ. ഇങ്ങനെ ഞാൻ യൂണിഫോമൊക്കെ ഇട്ട് ഇനി തുണി കഴുകാനുണ്ട്. അതും കൂടെ മിഷനിലോട്ട് ഇട്ട്. വെള്ളം ഇനിയും തിളച്ചിട്ടില്ല അരിയിടാൻ. നമ്മുടെ വെള്ളം അങ്ങനെ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിവിടെ കിടന്ന് വേവട്ടെ. അങ്ങനെ അരി ഇട്ടു. ഇനി ഞാൻ പോവെടുപ്പിക്കട്ടോ. ഞാനങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ മുതലാളി ഇവിടെ ഡ്യൂട്ടി കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. ഇനി നമ്മുടെ ചോറ് എന്തായി നോക്കാം. ഇനി വേണം. വിശന്നിട്ട് വയറ്റ് കുടലില്ല. നമ്മുടെ ചോറങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ സ്മൂത്ത് റെഡിയാക്കാം. സ്മൂത്തിക്ക് ഞാൻ ഇന്ന് ഒരു പ്രത്യേകതര സ്മൂത്തിയാണ് കേട്ടോ. ഒരു പിടി ക്യാഷ്യൂ ഇട്ട്, ഇനി അതിലേക്ക് ഒരു പഴം ഇട്ട്, ഇനി ഒരു ആപ്പിൾ കേട്ടോ. ആപ്പിളിൻ്റെ സ്കിന്ന് കളഞ്ഞിട്ട് വേണം ഇടാൻ. ഇനി 3 ഈത്തപ്പഴം കേട്ടോ. ആപ്പിൾ ഇട്ടു. ഇനി ഈത്തപ്പഴം, അപ്പൂസിനാണെങ്കിലുണ്ടല്ലോ സ്മൂത്തിക്ക് ബൂസ്റ്റ് വേണം. അപ്പോൾ 1 സ്പൂണ് ബൂസ്റ്റ്. ഓക്കെ. ഇനി പാല് ലോ ഫാറ്റാണ് ഉപയോഗിക്കുന്നത്. പാല്. ഇനി ഇതിലേക്ക് ഓട്സ്. ഒരു 4 സ്പൂൺ ഓട്സ് ഇട്ട്, ഫൈനലി നമ്മുടെ ഹണി. അരച്ചെടുക്കാം. നമ്മുടെ സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. അപ്പൂസേ കഴിഞ്ഞില്ലേ?
ഇപ്പം എഴുന്നേറ്റതേ ഉള്ളൂ. സുഖമില്ല, പനിയാണ്. അപ്പം ഞങ്ങൾ സ്മൂത്തി കുടിക്കട്ടെ ചേട്ടാ. അങ്ങനെ അതേ അമാനുള്ള പല്ലൊക്കെ തേച്ച് അന്നതാണ്ട സ്മൂത്തി കുടിച്ചു കഴിഞ്ഞു. അമാനുവിനെ ഭയങ്കരമായ പനിയിലെ ഫുട്ബോൾ കളിക്കാൻ പോയായിരുന്നു. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ല ഫുട്ബോൾ കളിക്കാൻ പോയത്. ഫുട്ബോൾ കളിക്കാൻ അതിന്റെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച് അല്ല, എപ്പൊ ഫുട്ബോൾ കളിക്കാൻ പോയാലുണ്ടല്ലോ തിരിച്ചു വരുമ്പോ ഉണ്ടല്ലോ മറ്റുള്ളവർ കൂടെ കൊണ്ടു കൊടുക്കും. ഫുട്ബോൾ കളിക്കാൻ പോയിട്ടല്ലേ അബ്ദുള്ള എടുത്ത് വെച്ച അബ്ദുള്ള കറക്റ്റ് പറയും ഇവിടെ നീട്ടിയതാണെന്ന് ഈ പനി അറിയാവോ. അപ്പൊ റെസ്റ്റ് എടുക്കും. ഉമ്മ അവിടെ കിച്ചണിൽ ഹെൽപ്പ് ചെയ്യണം കേട്ടാ. അപ്പൊ ഷെഫി അബ്ദുള്ള എടുക്കാൻ വേണ്ടി പോവാണ്. കാരണം അങ്ങനെ ചെല്ലുമ്പത്തിൽ 12 മണിയാകും. 11-15 ആയുള്ളൂ. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പോകും. അപ്പോഴ് ഞാനിനി പോയിട്ട് മീൻകറി വെക്കണം, അവിയൽ വെക്കണം. വയറ് കളഞ്ഞു. ഞാൻ സ്കൂളിൽ പോയിട്ട് ഇപ്പോഴിറങ്ങുവാന്നാ? ട്രാഫിക് ഉണ്ട്. അപ്പം എങ്കിൽ പോ. ഞാനെങ്കിൽ കിച്ചണിലും കയറട്ടെ, കറി വെക്കണം. നമുക്കത് ഊറ്റാം. നമ്മുടെ ചോറ് അങ്ങനെ റെഡിയായി. മിഷ്യനിൽ തുണി റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിനി പോയിട്ട് തുണി വിരിക്കട്ടെ. അപ്പൂസേ ഈ ക്യാമറ ഒന്ന് പിടിച്ചു തരണേടാ. വാ. ഞാൻ നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ ഉണ്ടല്ലോ എൻ്റെ ചെടിയെല്ലാം ഉണങ്ങിപ്പോയി കേട്ടോ. ഇനി രണ്ടാമത് ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ച് തണുപ്പൊക്കെ ആകുമ്പോഴത്തേന് പിന്നെ ചെടിയെല്ലാം സെറ്റാക്കാന്ന് വിചാരിച്ചു കേട്ടാ. ഉസാ കാണിച്ചു കൊടുത്താ ഇത് കണ്ടോ. ആ സൈക്കിളൊന്നും അബ്ദുള്ള എടുക്കത്തതേ ഇല്ല കേട്ടാ. അബ്ദുള്ള സൈക്കിൾ ചവിട്ടാറില്ല. മേടിച്ച് ഇങ്ങനെ വെച്ചിരിക്കുക. ഫുള്ള് പൊടി അടിച്ചിരിക്കുക പുറത്തിരിക്കുന്നോണ്ടേ. അപ്പൊ ഇനി തുണി വിരിച്ചിട്ടിട്ട് വേണം നമുക്ക് കറി വെക്കാൻ. അപ്പോഴത്തേന് എൻ്റെ മാണിക്ക് സ്കൂളിൽ നിന്ന് വരുമായിരിക്കും അല്ലേ. നമ്മുടെ തുണിയെല്ലാം വിരിച്ചിട്ട് കഴിഞ്ഞു. നേരെ കിച്ചണിൽ പോവാ. ഞാനേ മീൻകറി വെക്കാൻ പോവാണ് കേട്ടോ. അപ്പം മത്തി കുരുമുളകിട്ട് വെക്കമുളകിട്ടിട്ട് പറ്റിച്ചു വെക്കാന്ന് കരുതി. എല്ലാം വേഗം ജോലി ഒതുക്കിയാലേ എനിക്ക് പോകേണ്ടതുള്ളൂ. ഇന്നാണ് എനിക്ക് 11, സാധാരണ എനിക്ക് 11 മണിയാകുമ്പോൾ പോകേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് കയറണ്ട. എൻ്റെ കൂടെ ഡ്യൂട്ടിക്കുള്ള ആള് ഫുഡ് എടുത്ത് 2 സെക്ഷനായിട്ടാണ് ഫുഡ് വരുന്നത് കേട്ടോ. അപ്പോൾ അവർ ഫുഡ് എടുത്ത് വെക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് പോകണ്ട. പിന്നെ നമ്മൾ കിച്ചൺ ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മളും വേറൊരു പുള്ളിക്കാരനും കൂടെ ഉണ്ട്, ഡ്രൈവറാണേ. അപ്പോൾ അവർ കിച്ചണിൽ കയറുന്നതിന് മുന്നേ നമുക്കൊരു ടൈമുണ്ട്. അതിന് മുന്നേ നമ്മളത് ക്ലിയർ ആക്കിയിരിക്കണം. അങ്ങനെ ചെയ്യുക. അബ്ദുള്ള എൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അബ്ദുള്ള അബ്ദുള്ള എപ്പോ വന്നിട്ട് ചക്കരെ ടീച്ചർ എന്തൊക്കെ പഠിപ്പിച്ച്? ഇന്ന് കുഞ്ഞിനെ കെയാ പഠിപ്പിച്ചത് കേട്ടോ. രാവിലെ പോകുമ്പോ കടച്ചിലാങ്ങ്, തിരിച്ചു വരുമ്പോ ഗുഡ് ബോയ്യാ. അപ്പൂസ് മോന്റെ ഉടുപ്പൊക്കെ തേച്ച് തരുന്നാണ്ടാ. അപ്പൂസിന് പനിയാ. എന്നിട്ട് അബ്ദുള്ളയുടെ ഉടുപ്പ് കിടക്കുന്നതുകൊണ്ട് ഉമ്മയ്ക്ക് ഞാൻ തേച്ച് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ് അല്ലേ അപ്പൂസേ? എന്തൊരു സ്നേഹം. ആഹാ. അബ്ദുള്ള ഉമ്മി പോയിട്ട് ഫിഷ് കറി ഉണ്ടാക്കട്ടെ. ഫിഷ് എല്ലാം കട്ട് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചേക്കും. ഓക്കെ. ചേട്ടനെ കണ്ടില്ലല്ലോ. അപ്പൊ ഞാൻ ഇനി കിച്ചണിൽ കേട്ട ശരി കഴിഞ്ഞില്ലടേ. അബ്ദുള്ള ഞാൻ പറഞ്ഞേ ഞാൻ ഭയങ്കര ബിസിയാ. ഇക്കാനോട് പറ കുളിപ്പിക്കാൻ. ആരാ അബ്ദുള്ള ഇന്ന് കുളിപ്പിക്കാൻ കൊണ്ടുവന്നേ? ആരാ അബ്ദുള്ള കുളിപ്പിക്കാൻ കൊണ്ടുവന്നേ? ആരാ അബ്ദുള്ളയെ കുളിപ്പിക്കാൻ കൊണ്ടുപോന്നേ? അപ്പൂഷ. ഇക്കാ. ഹലോ, ഇത് കണ്ട അസ്ഥികൂടമാണ് ഇത്. അസ്ഥികൂടം വാട്ടോ. ഉമ്മ എന്നിട്ട് കുളിച്ചിട്ടുണ്ട്. പൊന്നിന് ചോറ് തരാവേ. ഉമ്മ ഓക്കെ കൊണ്ടോ. കുറിച്ച് തല കഴുകണ്ട കേട്ടോ, മെയിൽ മാത്രം. അതെ, നമ്മുടെ മത്തിയെല്ലാം ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. ഇതിന് കുറച്ച് പൊരിക്കാനോട് എടുക്കണം. ഇതിനി മീൻകറിക്കുള്ളത് ഞാൻ കട്ട് ചെയ്ത് വെച്ച് അതേ പരിഞ്ഞിൽ പുള്ളി അങ്ങനെ വെള്ളത്തിലിട്ട് വെച്ച് ഇനി നമുക്ക് മീൻകറി വെക്കാം.
അപ്പോൾ നമ്മുടെ മീൻകറി ഇതേ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഷോർട്ടായിട്ട് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, എല്ലാവരും നോക്കാണ്ടേ. അങ്ങനെ വീട്ടിൽ ഇങ്ങനെ കൂടി കാണിക്കാം. കുരുമുളക് പറ്റിച്ച് വെച്ചത് കേട്ടോ. ഇനി വേറൊരു കാഴ്ചയും കൂടെ ഉണ്ട് കേട്ടോ. എനിക്ക് പച്ചക്കറി ഹെൽപ്പ് ചെയ്യുന്ന 2 പേരെ കാണിച്ചു തരണോ? വേണ്ടേ 2 കുഞ്ഞുങ്ങൾ. ഒരാള് സവാളയും ഒരാള് പിന്നെ എന്താണ് മുരിങ്ങയ്ക്ക വൃത്തിയാക്കുവാണോ? ആര് കുളിപ്പിച്ച ചക്കരെ? അപ്പൂശ് കുളിപ്പിച്ചാ. ഉമ്മി ബിസി ആയതുകൊണ്ട് അപ്പൂശ് കുളിപ്പിച്ച കേട്ടോ. ഞങ്ങളുടെ അവിയലിന്റെ കലാപരിപാടികൾ ഞങ്ങൾ ചെയ്യുവാണ് കേട്ടോ. 2 പേർക്കും അരമണിക്കൂറുള്ള അതിന് മുന്നേ അവിയലും കൂടെ റെഡിയാക്കിയിട്ട് വേണം ഡ്യൂട്ടിക്ക് ഇറങ്ങാൻ. അപ്പൊ ഞങ്ങള് അവിയലിന്റെ എല്ലാം റെഡിയാക്കട്ടെ. അപ്പൂസേ ഞാൻ പിന്നെ അപ്പൂസിന് ചോറെല്ലാം റെഡിയായപ്പം ഗുളിക കഴിക്കേണ്ടിയാണേ. അപ്പോൾ അവന് ഞാൻ ചോറ് കൊടുത്തിട്ട് പോവാന്ന് കരുതി. അബ്ദുള്ളക്ക് ചോറ് കൊടുത്തിട്ടില്ല. അബ്ദുള്ള ഷെഫി ഒന്ന് പുറത്തോട്ട് പോയപ്പോൾ അബ്ദുള്ള കൂടെ ഓടി. എന്നിട്ട് അബ്ദുള്ളക്ക് ചോറ് കൊടുത്തില്ല. ഇനിയിപ്പോൾ അപ്പൂസിന് ചോറ് എടുക്കണം, മെഡിസിൻ എടുക്കണോണ്ടേ. അപ്പോൾ ഞാൻ അബ്ദുള്ളക്ക് അപ്പൂസിന് ചോറ് ഇടട്ടെ. ചോറിട്ട് ഈ മീൻകറി എടുത്തിട്ട് കുറച്ച് എരിവുണ്ട് കേട്ടോ. കുഴപ്പമില്ല. ഞാൻ അവിയലും കൂടി ഇതിലോട്ട് വെച്ച് തരാവേ. അവിയൽ വേണമെങ്കിൽ അത്ര പിന്നെ എടുത്താൽ മതിയേ. കുറച്ച് എടുക്കുന്നുണ്ട്. ചോറ് വെക്കട്ടാ. ചോറ് വെച്ചിട്ട് പാത്രമെല്ലാം കഴുകി വെച്ചേക്കണേ. എനിക്ക് സമയമില്ല, ഞാൻ പോവാണേ. തീ കുറച്ച് വെച്ചേക്കാം. അങ്ങനെ വീണ്ടും എനിക്ക് കയറേണ്ട ടൈമായി കേട്ടോ. ഷെഫി ഓൾറെഡി പോയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇനി ഉച്ച ടൈമിൽ കാണാം. ഉച്ച വരെ ഉള്ളൂ എൻ്റെ വീഡിയോസ് കേട്ടോ, ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുന്നത് വരെ. അപ്പം ഞാൻ പോട്ടെ. അങ്ങനെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഞാൻ യൂണിഫോമൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ചോറ് കഴിക്കണ്ടേ, നല്ല വിശപ്പുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ ഫുഡൊന്നും കൊണ്ടുവന്നിട്ടില്ല, കാരണം ഞാൻ ഓൾറെഡി കുക്ക് ചെയ്തല്ലോ. അതുകൊണ്ട് കുക്ക് ചെയ്യുന്ന ദിവസം കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചോറ് കഴിക്കാൻ വേണ്ടി ചോറിടുന്നു. ചോറിടുവാണ്. ശരിക്കും വിശക്കുന്നുണ്ടാ? പിന്നെ നല്ല വിശപ്പില്ലേ. രാവിലെ ഒരു സ്മൂത്തി കുടിച്ചതല്ലേ. ഇപ്പൊ 3 കഴിഞ്ഞ് 3:30 ആയി. 3:30 മണിയാവും റൂമിൽ വരാൻ കേട്ടോ. ഈ സമയത്താണ് കഴിക്കുന്നത്. പിന്നെ കറി അങ്ങോട്ട് കൊണ്ടുപോയി. കറി അവിയൽ അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പൂസ് ഓൾറെഡി കഴിച്ചേട്ടാ. ഓക്കെ. അപ്പൊ ഞങ്ങളെ ചോറിനാൻ പോകും. അപ്പൊ ഞങ്ങള് ചോറുണ്ണാൻ പോവാം അല്ലേ? ചോറ് വെച്ചിട്ട് അപ്പൂസ് ട്യൂഷന് പോകണ്ടാ? കുഴപ്പമില്ല. ഇപ്പൊ കുഴപ്പമില്ല. അപ്പൊ സ്കൂളിൽ പോകാനായിരുന്നു കുഴപ്പമില്ലേ? അല്ല, ഇപ്പൊ റെസ്റ്റ് എടുത്തപ്പോ കുറവുണ്ട്. അപ്പൊ കുഞ്ഞിന് ട്യൂഷന് പോകണം. ചോറിട്ടെ. അപ്പൊ ഞങ്ങൾ ചോറ് കഴിക്കട്ടെ. അങ്ങനെ അപ്പൂസ് അതാ ട്യൂഷന് പോകാൻ പോകുന്നു. അപ്പൂസ് അഥവാന്നല്ല, അപ്പൂസ് അങ്ങനെ ട്യൂഷന് പോന്ന് പഠിച്ച് നന്നായിട്ട് വരും. 10ാം ക്ലാസ് ആണ് കേട്ടോ. ഞങ്ങളുടെ പ്രതീക്ഷ നിന്നിലാണല്ലേ ഷെവിയെ? ഇറങ്ങിക്കോ. വലൈക്കും അസ്സലാം. എൻ്റെ പളങ്ക് പാത്രം അങ്ങനെ ഉറങ്ങുവാണ്. ഇനി ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ കേട്ടോ. ഇപ്പം 4 മണിയായി. 5:30 ആകുമ്പോൾ കയറണം. 5:30-6 മണിയാകുമ്പോൾ കയറണം. അപ്പം രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ്. അപ്പം ഭയങ്കര ടയേർഡാണ്. അപ്പം ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. അപ്പോൾ ഇത്രയാണ് എൻ്റെ രാവിലെ തൊട്ട് 4 മണി വരെയുള്ള വിശേഷങ്ങൾ കേട്ടോ. അപ്പം ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, കുറേ പേര് ചോദിച്ചു എന്താ വീഡിയോ ഇടാത്തത്. അതുകൊണ്ട് വീഡിയോ എടുത്തിട്ട് ഒട്ടും സമയമില്ല, നല്ല ബിസിയാണ്. അപ്പം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരുപാട് സ്നേഹം മാത്രം. ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തവരാണെന്നറിയാം. ചിലരെയൊക്കെ എനിക്കറിയാവുന്നതാണ്. നമ്മുടെ വീടിനടുത്തുള്ളവരും പരിചയക്കാരും ഒക്കെ ഉണ്ട്. പിന്നെ കൂടുതലും അറിയാത്തവരൊക്കെയാണ്. അപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ വരെ എത്തിയത് കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഒരുപാട് വീണ്ടും താങ്ക്സ് അലോട്ട്. അസ്സലാമു അലൈക്കും.